അനീഷിനെ ആദില മണ്ടൻ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. അനീഷിനെ പോലെ ഒരാളെ ആദിലയെ പോലെ ഒരാള് മണ്ടൻ എന്ന് അഭിസംബോധന ചെയ്യുമ്പോഴത്തേനും ആദിലയുടെ ബുദ്ധിയുടെ അളവ് എന്തോരം ഉണ്ടെന്ന് നമ്മളൊന്ന് അളന്നു നോക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടൊരു കണ്ടന്റ് ആണ് ചെയ്യുന്നത്. ഇന്നലത്തെ എപ്പിസോഡിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് അടിക്കുക, കമന്റ് ബോക്സിൽ എന്തെങ്കിലും കമന്റ് ഇടുക. വീണ്ടും റീച്ച് പോയി നമ്മളിപ്പോൾ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് കുത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം തരിക. കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്ഥിരം ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലല്ല നമ്മൾ ഇരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് 2-3 റീൽ എടുത്ത്, അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ബാക്കിയും കൂടെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു, ഒരു ലോങ് വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി അവിടെ പോയി കഴിഞ്ഞാൽ അതെല്ലാം ഓൺ ആക്കണം, അതെല്ലാം അറേഞ്ച് ചെയ്യണം, മെനക്കേടാന്നേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. അടുത്ത വീഡിയോ മുതൽ ബാക്ക് ടു നമ്മുടെ പഴയ ലൈറ്റിംഗ് ജിങ്ക സെറ്റപ്പിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ് പറയുന്നത്. ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ അനീഷിനെ ആദില മണ്ടൻ എന്ന് വിളിച്ചു. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത സാധനം. അനീഷിനെ എന്തുകൊണ്ട് മണ്ടൻ എന്ന് വിളിച്ചെന്നുള്ളത് എനിക്കൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം അനീഷിനെ ആദില ഈ പറയുന്ന മണ്ടൻ എന്ന് വിളിക്കുന്ന സാധനം നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ നോക്കാം. ആദില അനീഷിനെ മണ്ടൻ എന്ന് സീസൺ 6 എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരുത്തന്നെ ഇതുപോലെ മണ്ടൻ എന്ന് മുദ്ര കുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് സീസൺ 6 വിന്നറിന്റെ കപ്പ് ആ മണ്ടന്റെ വീട്ടിലായിരിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ മണ്ടൻ എന്ന് മുദ്ര കുത്തുന്ന ഇയാളുടെ വീട്ടിലായിരിക്കും ഒരുപക്ഷെ ആ കപ്പ് ഇരിക്കാൻ പോകുന്നത്. ഇനി മണ്ടൻ എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ പറയുമ്പോൾ ആലോചിക്കുക, ലാലേട്ടൻ വന്നിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, ഓർമ്മയുണ്ടോ? ഈ ആദിലൊക്കെ എണീറ്റിരുന്ന് എനക്കറിയില്ല ലാലേട്ടാ എന്നുത്തരവാണ് പറഞ്ഞത്. അന്ന് പല ജനറൽ നോളജ് ക്വസ്റ്റ്യൻസിനും എല്ലാ ജനറൽ നോളജ് ക്വസ്റ്റ്യനും ഉത്തരം പറയാൻ നിങ്ങൾ ഈ പറഞ്ഞ മണ്ടനെ ഉള്ളായിരുന്നു. ആ മണ്ടൻ അത്ര ഉത്തരം പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ ഒറ്റ ഒരെണ്ണത്തിന് വിവരം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ മണ്ടക്കടിച്ചിട്ട് പോയേനെ. സോ ഒരാളെയും അങ്ങനെ കുറച്ച് കാണാതെ ഇരിക്കുക കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ എനിക്ക് വേറൊരു സംഭവം, ഈ ഹൗസിനകത്ത് നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ചുകൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആര്യൻ കഥകളിയൻ ആര്യൻ, അവനോട് ഈ ചെറുക്കൻ ഒരു കുരുത്തം കെട്ട കുരിപ്പ്, അങ്ങനെ അവന് പറയാൻ പറ്റത്തുള്ളൂ. ഇവൻ എന്തിനാ ചെയ്തതെന്നറിയോ? ബിഗ് ബോസ് വളരെ സീരിയസ് ആയിട്ട് ഇനി മുതൽ മലയാളത്തിൽ മാത്രം സംസാരിക്കണം എന്ന് അനൗൺസ് ചെയ്തു. പണ്ട് മോഹൻലാൽ തല്ലൊരു മുട്ട വെച്ച് കൊടുത്തിട്ട് ഈ മുട്ട ഇനി എപ്പോഴും വെച്ചോന്ന് പറയുമ്പോൾ കുളിക്കുമ്പോൾ ഊരണല്ലേട്ടാ, കിടക്കുമ്പോൾ ഊരണല്ലേട്ടാ, ഞാൻ തല്ലം കുത്തി റിവേഴ്സ് ഗിയർ അടിക്കുമ്പോൾ ഊരണല്ലേട്ടാ എന്നൊക്കെ ചോദിച്ചൊരു മണ്ടങ്കണാപ്പനാണ് ഇവൻ. ഈ മണ്ടങ്കളാപ്പൻ ബിഗ് ബോസിനോട് ഒരു സംശയം ചോദിച്ചു. ഇവന്റെ സംശയം, എന്റെ പൊന്നടാ, ഈ സംശയമൊക്കെ നിനക്ക് എങ്ങനെ തോന്നുന്ന മുത്തേ? നിന്റെ സംശയം എന്നോ? മലയാളത്തിൽ മാത്രം സംസാരിക്കുക. ഞാൻ 1 വീക്ക് റെസ്റ്റ് ചോദിക്കുന്നു. എനിക്ക് 1 വീക്ക് റെസ്റ്റ് വേണം. എനിക്ക് വൈറ്റ് ഹെയർ വന്നിട്ടുണ്ടോ? കറക്റ്റ്, അവൻ്റെ ഒരു വൈറ്റ് ഹെയർ വന്നു, മുടി നരച്ച്, അതിനാണ് വൈറ്റ് ഹെയർ വന്നു. അതുകൊണ്ട് എനിക്ക് 1 വീക്ക് റെസ്റ്റ് വേണം. ഞാൻ 1 വീക്ക് പോയി റെസ്റ്റ് എടുത്തിട്ട് ആ നരച്ച മുടീനെ ഒന്ന് ബ്ലാക്ക് കളർ ആക്കിയിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് വരാം. എന്തിനാടാ കൊന്നിട്ട്? അത് മറ്റേ വേറെ ആണല്ലോ. എന്തിനാടാ പോയിട്ട്? നീ കൂടുതലൊന്നും വെയിറ്റ് ചെയ്യണ്ട. നീ ഈ ഒരാഴ്ച ജിസേലിന്റെ സാരിത്തുമ്പും പിടിച്ചോണ്ട് നടന്ന് ജിസേലിന്റെ പാത്രവും കഴുകി ജിസേലിന്റെ ആലു പൊറോട്ടയിൽ നിന്ന് ജിസേലിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ നീ തനിയെ പുറത്ത് വെക്കോളും. സംശയിക്കാനുണ്ടോ? ഈ ആഴ്ച നീ പുറത്താ. നീ പോയി ഇനിയും സീസൺ തീരുന്ന വരെ പോയി റെസ്റ്റ് എടുത്തോ. എടാ എന്ത് പാട്ടാ ഇത്? എടാ മണ്ടാ. നമുക്ക് ബാക്കി കേൾക്കാം അവൻ പറയുന്നത്. മലയാളമായിരുന്നു അത്. എനിക്ക് മനസ്സിലായില്ല മോനെ, ഇത് മലയാളമായിരുന്നില്ലയോ? അത് വല്ലാത്ത മലയാളമായില്ലല്ലോ എൻ്റെ കുട്ട. എൻ്റെ ബിഗ് ബോസ് ഇത്രയും വിവരവും ബോധവും പൊക്കണമൊന്നും ഇല്ലാത്തവനൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ആയിരങ്ങളല്ലയോ ബിഗ് ബോസിൽ കയറാൻ ട്രൈ ചെയ്യുന്നു. ഇത്രയും കുറിപ്പുകൾ എവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വരുന്ന ഒരു പിടിയില്ല. അവന് വൈറ്റ് ഹെയർ വരുന്നു, അതുകൊണ്ട് അവന് 1 വീക്ക് റെസ്റ്റ് വേണം. 1 വീക്ക് പോയി റെസ്റ്റ് എടുത്ത് ഗെയിമെല്ലാം കണ്ട് പഠിച്ചതിന് ശേഷം നമ്മൾ തെറിച്ചു വരുന്നതായിരിക്കും അല്ലേ? നല്ലതാ. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു സംഭവങ്ങളൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നലത്തെ ബിഗ് ബോസിനകത്ത് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു. ഇനി മുതൽ കുൽസിതങ്ങൾ നമ്മൾ ഇവിടെ എടുക്കുന്നതല്ല എന്ന് ബിഗ് ബോസ് പറയുകയും അല്ലെങ്കിൽ തീരുമാനിക്കുകയും
ലാലേട്ടൻ വന്നിട്ട് നെവിനും ഷാനവാസും, നെവിൻ ഷാനവാസിന്റെ ജിങ്കിനും മണ്ണി ജിങ്കിനും എന്തൊരു ഒരു സംഭവം പറഞ്ഞ് ആ സംഭവം ചർച്ചയായില്ല. നെവിൻ മോശമായിട്ട് പെരുമാറി എന്നുള്ള രീതിയിൽ. നെവിനാണെ കട്ടക്കലിപ്പായി, കത്തിയൊക്കെ രാവിലെ ഇട്ട് മൂർച്ച കൂട്ടുന്നത്. ഇനി എങ്ങാനും ഉപയോഗിക്കേണ്ടി വന്നാലോ, ഇനി എങ്ങാനും ഒരുത്തൻ്റെ നാക്ക് മുറിച്ചാലോ എന്നൊക്കെ. ഇതൊക്കെ വാൺ ചെയ്യണം കേട്ടോ. അവനൊക്കെ വല്ല ആക്രമിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്നലത്തെ ഒരു മെയിൻ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ എല്ലാവരും നിർത്തിയിട്ട് അക്ബർ ഒരു കാര്യം പറയും. അപ്പോൾ പറക്കുന്ന ജീവിയുടെ പേരെ പറയുന്നെങ്കിൽ ഇങ്ങനെ ആക്കണം, പറക്കാത്ത ജീവിയുടെ പേരാണ് ഇങ്ങനെ ആക്കണം. അപ്പോൾ പുള്ളി എന്ന് പറയും കിളി പറ അല്ല, കിളിയല്ലോ, പക്കി പറ, പക്കിയല്ലല്ലോ, എന്തായിരുന്നത്, കാക്ക പറ, കുയില് പറ, പട്ടി പറ, പൂച്ച പറ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്തൊക്കെയോ പറയും. ഇത് കേട്ടിട്ട് അവിടെ ഉള്ളവരെല്ലാം പറക്കണം. ഇതാണ് സംഭവം. അങ്ങനെ ആ ടാസ്കിൽ ജിസേൽ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വേണ്ടേ നടക്കുന്നില്ല, ഇത് നിങ്ങളെ കൊണ്ട് കണ്ടന്റും കോപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു കണ്ടന്റ് അങ്ങോട്ട് കൊടുത്തു. അതായത് കുറച്ച് അവാർഡുകൾ നിങ്ങൾ ചിന്തിച്ച് ഇവർക്കൊക്കെ വീതിച്ചു കൊടുക്കണം. ഒരു അവാർഡ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ. ആരും ഉദ്ഘാടനത്തിന് വിളിക്കാൻ സാധ്യതയില്ലാത്ത അനീഷ്, ഷാനവാസ്, അക്ബർ. എൻ്റെ പൊന്നു മക്കളെ, ഇത് എഴുതി വെച്ചോ. അവരാണ് ടോപ്പ് 3 ഫ്രെയിമിനെയാണ് നിങ്ങൾ വിളിച്ചത്, ആകാൻ സാധ്യതയുള്ളൊരു ടീമിനെയാണ് നിങ്ങൾ വിളിച്ചത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, എല്ലാവരും അതിനകത്ത് ചെയ്ത കാര്യം നോക്കുകയാണെങ്കിൽ, അനീഷിന് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് എന്തെന്നറിയുമോ? ആസിഫ് അലി ആ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആദ്യം പറഞ്ഞ സാധനം കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു എന്നുള്ള സാധനമാണ് പറഞ്ഞത്. അത് ഈ അനീഷ് രേണുവിനോട് പറഞ്ഞാണ്. ഒരു കോമണറായിട്ട് വന്ന അനീഷിനെ ഇമിറ്റേറ്റ് ചെയ്തത് സുരാജ് വെഞ്ഞാറമൂടിനെ പോലെ ഒരാളാണ്. സെയിം, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. ഇതിപ്പോ നിങ്ങൾ ഒത്തിരി അടുത്ത് കണ്ടിട്ടുണ്ടാകും സുരാജ് അനീഷിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഇതാണ് അനീഷിന് കിട്ടിയ അക്സെപ്റ്റൻസ്. ഈ അക്സെപ്റ്റൻസ് പൊതുവേ അനീഷിനുണ്ട്. ഒരു കോമണറായിട്ട് വന്നിട്ട് അയാളുണ്ടെങ്കിൽ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒറ്റക്കൊമ്പം കൂട്ടിച്ചേർന്ന് കൂട്ടിലാവോ എന്ന് അറിയത്തില്ല, എന്നാലും അയാളുണ്ടെങ്കിൽ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഒരു ഗസ്റ്റ് ആ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഗസ്റ്റിന്റെ മുക്കറയിടിക്കാൻ കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ ഷാനവാസ്, രുദ്രൻ. അത് മാസാണ്. ഒറ്റ ദിവസം കൊണ്ട് 0-ൽ നിന്നും ഹീറോയിലേക്ക് പോയി ഷാനവാസ്. റിയാസ് പട്ടി മോങ്ങുന്നില്ല മോങ്ങിയിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അമ്മാതി ഡയലോഗ് അടിച്ചു കഴിഞ്ഞു ഷാനവാസിന് കിട്ടിയ അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. പുള്ളി ഒരു സീരിയൽ നടനാണ്, പുള്ളിക്ക് ഒരുപാട് ഇനോഗ്രേഷൻസ് കിട്ടും. അക്ബർ നല്ലൊരു ഗെയിമറാണ്. ഈ 3 എണ്ണമായിരിക്കും ഈ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് ആളുകൾ. ഇനി ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇന്നലത്തെ എപ്പിസോഡിനകത്ത് അനീഷാണ് കിച്ചൺ ടീം ക്യാപ്റ്റൻ. അനീഷിന്റെ ടീമിലുള്ളത് ജിഷിൻ, ആദില, ജിസേല്, അനീഷ്, ഇത്രയും പേരാണ് ടീമിലുള്ളത്. ഇതിനകത്ത് അനീഷ് പറഞ്ഞ് പാത്രം ഇങ്ങനെ ഷിഫ്റ്റ് വെച്ച് കഴിയണം, രാവിലെ ഇന്നാൾ കഴിയണം, വൈകിട്ട് ഇന്നാൾ കഴിയണം എന്നൊക്കെ പറഞ്ഞു. ഇതിനെ എതിർത്തുകൊണ്ട് ജിഷിനും ആദിലേ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തിനാണെന്ന് മനസ്സിലായില്ല. അവരതിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെതിർത്തുകൊണ്ട് നിൽക്കട്ടെ. അവർ പറയുന്നത് അവർക്ക് അങ്ങനെ കഴുകാൻ പറ്റത്തില്ല, നോൺ വെജ് വെക്കുമ്പോൾ കഴുകാൻ പറ്റത്തില്ല. ഇവർക്ക് ഈ കുൽസിതമല്ലാതെ ഒന്നും ഉണ്ടാക്കാറിയില്ല. കുൽസിതങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവുന്നു. നമുക്ക് ബിഗ് ബോസ് എന്നുള്ള പേര് മാറ്റി കുൽസിത ബോസ് എന്ന് ഈ സീസണിനെ വിളിക്കണം. ബിഗ് ബോസ് അവരുടെ നിലവാരം വല്ലാണ്ട് ഉയർത്തുമ്പോഴത്തേനും കണ്ടസ്റ്റന്റ് വല്ലാതെ ഉയരുന്നോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് മെൻഷൻ ചെയ്യൂ. ബിഗ് ബോസിനെ കുറിച്ച് വേറെ എന്തെങ്കിലും നമ്മൾ സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ അതും മെൻഷൻ ചെയ്യൂ. അല്ലാത്ത എന്തെങ്കിലും വിഷയത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണമെങ്കിൽ അതും തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യൂ. ഇതൊക്കെയാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുമോ, ജിസയിൽ പാത്രം കഴുകാൻ പഠിപ്പിക്കുന്ന അരയിട്ടിങ്ങനെ നാക്കിക്കൊണ്ട്. അത് കൊള്ളാം കേട്ടോ. എക്സസൈസും ആവും, പാത്രവും കഴുകാൻ പറ്റും. നൈസാ. അപ്പോൾ ഈ തവണത്തെ ബിഗ് ബോസിൽ ആര് വിന്നറാകുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്താൻ. മറ്റൊരു വീട്ടാണ്.